ദിവസങ്ങൾക്കു ശേഷം അവരെയെല്ലാം കാണാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷം അവളുടെ മുഖത്ത് നിറഞ്ഞു. അവിടെ തന്നെയും കാത്തൊരുവൻ ഇരിപ്പുണ്ടെന്നറിയാതെ. ഇളം നീല നിറത്തിലുള്ള സിമ്പിളായിട്ട് സ്റ്റോൺ വർക്ക് ചെയ്ത സാരിയായിരുന്നു ലച്ചുവിൻ്റെ വേഷം. കാതിൽ അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ജിംക്കയും ഇട്ടു. മുഖം ചെറുതായിട്ടൊന്ന് മിനുക്കി. ഒരുങ്ങുമ്പോഴെല്ലാം നോട്ടം കണ്ണാടിയിലേക്കായിരുന്നെങ്കിലും ശ്രദ്ധ മുഴുവൻ താഴെ നിന്നും കേൾക്കുന്ന അവൻ്റെ ശബ്ദത്തിലേക്കായിരുന്നു. ഇത്രയും നേരമായിട്ടും അവനൊന്നും റൂമിൽ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഓരോന്ന് പറഞ്ഞ് പിറകെ നടക്കുന്നവനാ. കടിച്ചത് കൂടിപ്പോയോ? വേണ്ടായിരുന്നു. അവൾക്കാകെ വല്ലാതെ തോന്നി. വാതിലടയുന്ന ശബ്ദം കേട്ടതും അവൾ ചിന്തയിൽ നിന്നും ഉണർന്നു തിരിഞ്ഞു നോക്കി. വാതിലടച്ച് തന്നെ നോക്കാതെ അലമാരയിൽ നിന്നും മാറാനുള്ള ഡ്രസ്സ് എടുക്കുന്നവനെ കണ്ടതും അവൾക്കുള്ളം വിങ്ങി. അവളിൽ നിന്നും പുറംതിരിഞ്ഞു നിന്ന് വേഗത്തിൽ ഡ്രസ്സ് മാറി ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും അവൾ അവനെ പിറകിൽ നിന്നും ഇറുകെ പുണർന്നിരുന്നു. അവളുടെ മൃദുലമായ ദേഹം അവൻ്റെ ദേഹത്തേക്ക് അത്രയും ശക്തിയിൽ അമർന്നതും അവനൊന്ന് വിറച്ചുപോയി. സോറി, അറിയാതെ ചെയ്തു പോയതാ. സോറി. ഇങ്ങനെ മിണ്ടാതെ നടക്കല്ലേ. എനിക്ക് പറ്റുന്നില്ല. അവൻ്റെ പുറത്തേക്ക് മുഖം ചേർത്ത് വെച്ച് അവളൊന്ന് വിതുമ്പിയതും അവൻ അവളെ കൈകളിൽ പിടിച്ചു വലിച്ച് അവൻ്റെ മുൻപോട്ട് നിർത്തിയിരുന്നു. എന്നാ പറ, എന്തായിരുന്നു നീ എന്നെ ചെയ്യാനിരുന്നേ? പതിവ് കള്ളച്ചിരിയോടെ അവൻ അവളെ നോക്കി. അവൻ തന്നെ കളിപ്പിച്ചതാണെന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകൾ അവൻ്റെ നേർക്കു കൂർത്തു. കണ്ണുകൾ അവൻ്റെ അയച്ചിട്ട ബട്ടണിനിടയിലൂടെ കാണുന്ന നെഞ്ചിലെ ചുവന്ന പാടിലേക്ക് പോയി. അത് കണ്ടതും അവളുടെ മുഖം വാടി. അവളെയൊന്ന് കണ്ണിറുക്കി കാണിച്ചവൻ അവളെ നെഞ്ചോട് ചേർത്തു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവളുടെ നേർത്ത അധരങ്ങളാൽ അവൾ ആ പാടിൽ അമർത്തി ചുംബിച്ചു. ഇങ്ങനെ നിന്നാൽ എനിക്ക് പോവാനുള്ള മൂടങ്ങ് പോവും കൊച്ചേ. അവനൊരു ചിരിയോടെ പതിയെ പറഞ്ഞതും അവളൊരു പിടച്ചിലോടെ അവനിൽ നിന്നും അകന്നു മാറി അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് വേഗമെടുത്ത് പുറത്തേക്ക് നടന്നു. ഒരു ചിരിയോടെ അവൾക്ക് പിറകിലിറങ്ങുമ്പോൾ അവളുടെ തെളിഞ്ഞു കാണുന്ന ഇടുപ്പിലേക്ക് അവൻ്റെ കണ്ണുകൾ പാറി വീണു. ഒരു വിറയലോടെ അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റി. അമ്മയെ കെട്ടിപ്പിടിച്ച് കവിളിൽ മുത്തി യാത്ര പറയുന്നവളെ അവൻ ഉള്ളു നിറയുന്നൊരു സന്തോഷത്തോടെ നോക്കി. എല്ലാവർക്കും ഉള്ള ഡ്രസ്സും മറ്റും വാങ്ങി വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരമായിരുന്നു. വീടിന് പുറത്ത് ആരെയും കാണാഞ്ഞ് ലച്ചുവിൻ്റെ മുഖം വീർത്തു. അവളുടെ കണ്ണുകൾ നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയി. അവിടെ സിറ്റൗട്ടിൽ തന്നെയും നോക്കി ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്ന ആരുവിനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പ്രഗ്നൻ്റ് ആയതിനു ശേഷം അവളെ കണ്ടിട്ടില്ല. ദേവേട്ടാ, ഇപ്പൊ വരാവേ. കാറിൽ നിന്നും ഇറങ്ങിയതും പറഞ്ഞുകൊണ്ട് അവൻ്റെ മറുപടിക്ക് പോലും കാക്കാതെ അവൾ അങ്ങോട്ടേക്ക് ഓടി. അവനത് നോക്കിയൊരു ചിരിയോടെ അകത്തേക്ക് കയറാൻ നിന്നപ്പോഴേക്കും കവിതയും ബാലചന്ദ്രനും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവനെ മാത്രം കണ്ടപ്പോൾ രണ്ടുപേരുടെയും മുഖം ചുളിഞ്ഞെങ്കിലും രണ്ടുപേരുടെയും നോട്ടം ഒരുപോലെ അപ്പുറത്തേക്ക് പോയി. അവിടെ ചിരിയോടെ ആരുവിൻ്റെ വയറിൽ തലോടി നിൽപ്പുണ്ട് ലച്ചു. മോനിങ്ങോട്ട് കയറ്. ആ പെണ്ണ് നിന്നെ ഇവിടെ ഇട്ടു അങ്ങോട്ടേക്ക് ഓടിയോ? അവൾ അങ്ങനെ ചെയ്തതിൽ അവന് വല്ല ഇഷ്ടക്കേടും തോന്നുമോ എന്നൊരു ശങ്കയിൽ കവിത അവനോട് പറഞ്ഞു. ആരുവല്ലാതെ ക്ഷീണിച്ചതുപോലെ തോന്നി ലച്ചുവിന്. മുഖമൊക്കെ വാടി കണ്ണിന് ചുറ്റും കറുപ്പ് പരന്നു തുടങ്ങിയിട്ടുണ്ട്. അവളുടെ കുഞ്ഞുവയറിൽ ലച്ചു സ്നേഹത്തോടെ തലോടി. ഇത്രയും നാളും തുള്ളിക്കളിച്ച് നടന്നിരുന്ന കുട്ടിയാ. എത്ര പെട്ടെന്നാ ഒരമ്മായിയായി അതിന് സ്ഥാനമാറ്റം കിട്ടിയത്. അവൾ വിഷാദത്തോടെ പറഞ്ഞു. ആരു കുട്ടി? ആരമ്മായി? ആരു അവളെ നോക്കി. ഈ ഞാൻ തന്നെ, അവൾ ഗമയോടെ പറഞ്ഞതും ആരു പൊട്ടിച്ചിരിച്ചു. രണ്ടുപേരും ഒന്നിച്ചാണ് വീട്ടിലേക്ക് പോയത്. അവളെ കണ്ട സന്തോഷം ഒളിപ്പിച്ചുകൊണ്ട് കവിത അവളെ ദേഷ്യത്തോടെ നോക്കി. നീ എന്താ ലച്ചു, ചെറിയ കുട്ടിയാണോ അവനെ മുറ്റത്തിട്ടേച്ച് പോവാൻ? അവർ വേദനിപ്പിക്കാതെ അവളുടെ തോളിലിട്ടൊരു അടി കൊടുത്തു. അതിനെ അവരോടൊന്ന് ഇടിച്ചു കാണിച്ചു കൊണ്ടവൾ അവരെ ഇറുകെ പുണർന്നു. നീ അവനെ റൂമിൽ കൊണ്ടുപോയി മാറാനുള്ളതൊക്കെ എടുത്തു കൊടുത്തേ ലച്ചു, അവരവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ആ റൂം മുഴുവനായൊന്ന് നോക്കി.
അത്യാവശ്യം വലിയൊരു റൂം തന്നെയായിരുന്നു. നല്ല വൃത്തിയിൽ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. ചുവരിൽ നിറയെ ലച്ചുവിന്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള ഫോട്ടോയുണ്ട്. അവൾ അലമാര തുറന്ന് അവനായി മേടിച്ചു വെച്ച 3-4 ജോഡി ഡ്രസ്സുകളിൽ നിന്നും ഒരു ബ്ലാക്ക് ട്രാക്ക് പാൻറ്റും ബ്ലാക്ക് ടീഷർട്ടും എടുത്ത് അവന് ബെഡിൽ വെച്ചു. അവൾക്കുള്ള ഡ്രസ്സുമെടുത്ത് അവൾ അവനെ നോക്കി. എന്തേ, മാറുന്നില്ലേ? അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. അവൾ അവനെ നോക്കി കണ്ണു കൂർപ്പിച്ചുകൊണ്ട് ഡ്രസ്സുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും അവൻ അവളെ വലിച്ചു നെഞ്ചോട് ചേർത്തു. നമുക്ക് ഒരുമിച്ച് മാറാടി. അവന്റെ മുഖത്തൊരു കുസൃതിച്ചിരി വിരിഞ്ഞു. ദേവേട്ട കളിക്കല്ലേ. ദേവു അവിടെ കാത്തു നിൽപ്പുണ്ടാവും. ഇനിയും ചെല്ലാൻ വൈകിയാൽ അത് മതി പിണങ്ങാൻ. അവൾ അവന്റെ നെഞ്ചിൽ ഇരു കൈകളും അമർത്തി അവനെ പിന്നോട്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു. അവനൊന്നുകൂടി അവളെ വരിഞ്ഞു മുറുക്കി ആ ഇളം റോസ് അധരത്തിൽ അമർത്തി ചുംബിച്ചു. അവളൊരു പിടച്ചിലോടെ അവനിൽ നിന്നും കുതറിമാറി അവനെ കൂർപ്പിച്ചു നോക്കി. അവൻ ആ വിടർന്ന കണ്ണുകളിലേക്ക് അത്രയും പ്രണയത്തോടെ നോക്കി. അവന്റെ ആ നോട്ടവും ഭാവവും മാറിയതും അവൾ അവനിൽ നിന്നും തിരിഞ്ഞ് പുറത്തേക്കോടി. അവനൊരു ചിരിയോടെ ബെഡിലേക്ക് മലർന്നു വീണ് കണ്ണുകളടച്ചു. ആരു എവിടെ അമ്മേ? താഴെ ആരുവിനെ കാണാനതും അവൾ ചോദിച്ചു. അവൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. നിങ്ങളോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഇത്രയും ദിവസത്തെയൊക്കെ പറയാൻ കാണും അവൾക്ക് നിന്നോട്. വായാടി, അവർ ആരുവിനെ ഓർത്തുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു. മുറ്റത്തേക്ക് കടന്നപ്പോയേ ലച്ചുവിന്റെ കണ്ണുകൾ കണ്ണന്റെ ബൈക്കിലോട്ടാണ് പോയത്. അവനവിടെ ഉണ്ടെന്ന് കണ്ടതും വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി അവൾക്ക്. അവരകത്തേക്ക് കയറിയപ്പോഴേക്കും അവരെല്ലാവരും പുറത്തേക്ക് വന്നിരുന്നു. ലച്ചു ഓടിക്കേറി ദേവിയെ ചുറ്റിപ്പിടിച്ച് കവിളിൽ ചുണ്ടു ചേർത്തു. അവരും അതേ സ്നേഹത്തോടെ അവളുടെ കവിളിൽ ഉമ്മ വെച്ചു. അത് കണ്ടതും രുദ്രന്റെ കണ്ണുകൾ അവൾക്ക് നേരെ കൂർത്തു. ഈ ലോകത്ത് എനിക്കൊഴികെ എല്ലാവർക്കും അവൾക്ക് കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കാം. എന്നാ എനിക്കൊന്ന് തരുമോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കാന്താരി. അവളെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കി രുദ്രൻ മനസ്സിൽ ഞൊടിഞ്ഞു. കണ്ണന്റെ കണ്ണുകളും അവളിലായിരുന്നു. അവളൊന്ന് തൊടുത്ത പോലെ തോന്നിയവന് മുൻപത്തേതിനേക്കാൾ സുന്ദരിയായിട്ടുണ്ട്. അവൻ അവളെ വാരിയെടുത്ത് അവളിലേക്ക് അലിയാൻ തോന്നി. കൈവിട്ടു പോകുന്ന മനസ്സിനെ അടക്കി നിർത്തിയവൻ തിരിഞ്ഞതും കണ്ടു തന്നിൽ തന്നെ നോട്ടമുറപ്പിച്ചു നിൽക്കുന്ന ആരുവിനെ. അവൻ നോക്കിയതും ആരു വിങ്ങുന്ന മനസ്സോടെ മുഖം തിരിച്ചു. അവൾക്ക് നെഞ്ചിൽ വല്ലാത്തൊരു വേദന തോന്നി. താൻ സ്നേഹിച്ച കണ്ണൻ ഇങ്ങനെയായിരുന്നില്ല. തന്നെ ജീവന് തുല്യം സ്നേഹിച്ചവൻ, താനാണ് അവന്റെ ലോകം എന്ന് പറയാതെ തന്നെ തന്നെ അറിയിച്ചവൻ, എല്ലാ സ്ത്രീകളോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മാത്രം സംസാരിച്ചിരുന്നവൻ, ഓഫീസിൽ തന്നോടല്ലാതെ വേറൊരു പെണ്ണിനോടും ഒരടുപ്പവും ഇല്ലാത്തവൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കൈകൾ അവളുടെ കുഞ്ഞു വയറിൽ പതിയെ അമർന്നു. കണ്ണന്റെ കണ്ണുകൾ അവളുടെ മാറിയ മുഖഭാവത്തേക്കും അവൾ കൈവച്ച കുഞ്ഞുദരത്തിലേക്കും പോയി. അവന്റെ മുഖത്തൊരു ഇഷ്ടക്കേട് നിറഞ്ഞു. അവന്റെ കണ്ണുകൾ ആർത്തിയോടെ ലച്ചുവിലേക്ക് തന്നെ തിരിഞ്ഞു. കണ്ണൻ രുദ്രനോട് വളരെ സ്നേഹത്തോടെ തന്നെ പെരുമാറി. രണ്ടുപേരും പെട്ടെന്ന് തന്നെ കൂട്ടായി. ലച്ചുവിനും ആരുവിനും ചിക്കൻ ബിരിയാണി ഇഷ്ടമായതുകൊണ്ട് അതുണ്ടാക്കുന്ന തിരക്കിലാണ് ദേവുവും കവിതയും. അവരുടെ കൂടെ ഓരോന്ന് പറഞ്ഞ് ലച്ചുവും ആരുവും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും ഓരോന്ന് കൈയിട്ട് വരുത്തുന്നെന്നും ഉണ്ട്. കണ്ണൻ രുദ്രനെയും കൂട്ടി പുറത്തൊക്കെ ഒന്ന് കാണിക്കാനെന്നും പറഞ്ഞു പോയിട്ടുണ്ട്. കണ്ണന്റെ രുദ്രനോടുള്ള അടുപ്പം കണ്ടപ്പോൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ടെൻഷനൊക്കെ ലച്ചുവിന് കുറച്ചൊക്കെ മാറി. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ എല്ലാവരും മുറ്റത്തു കൂടി. ലച്ചുവിന്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് രുദ്രനിലേക്ക് പാളി വീഴുന്നുണ്ടായിരുന്നു. അവനിവിടെ ഹാപ്പിയാണെന്നുള്ളത് അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തീർത്തു. അവൻ അറിയുന്നുണ്ടായിരുന്നു അവളുടെ ആ നോട്ടവും കരുതലുമൊക്കെ. ചുണ്ടിലൊളിപ്പിച്ചൊരു ചിരിയോടെ അവളെ നോക്കാതെ തന്നെ അതെല്ലാം അവൻ ആസ്വദിച്ചു കൊണ്ടിരുന്നു. ആ സമയം അത്രയും കണ്ണന്റെ കണ്ണുകൾ അവളുടെ ഉടലയകുകളിലായിരുന്നു. ഒരു പിങ്ക് ടീഷർട്ടും ബ്ലാക്ക് പലാസോ പാൻറ്റും ആയിരുന്നു അവളിട്ടത്. വൈറ്റ് ടീഷർട്ടിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മാറിന്റെ മൃദുലതയെ അവന്റെ കണ്ണുകൾ ആർത്തിയോടെ ഉഴിഞ്ഞു. ആ സമയം അത്രയും
അവൻ്റെ ഭാവങ്ങളിൽ തന്നെ മെയ്യുറപ്പിച്ചു നിൽക്കുകയായിരുന്നു ആരു, നിറയുന്ന കണ്ണുകൾ എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചുകൊണ്ട്. എന്നാൽ അവരുടെ രണ്ടുപേരുടെയും ഭാവങ്ങൾ അതേപടി പകർത്തിയെടുത്തുകൊണ്ട് കത്തുന്ന മിഴികളുമായി ഒരുത്തൻ അവർക്കരികിലുണ്ടായിരുന്നു. മോള് കുറച്ചുനേരം പോയി കിടന്നോ, ഇവളിവിടെ തന്നെ ഉണ്ടാവുമല്ലോ 2 ദിവസം. ലച്ചുവിൻ്റെ അരികിൽ നിന്നും മാറാതെ ഇരിക്കുന്നവളെ നോക്കി ദേവി പറഞ്ഞു. എന്നിട്ടും അവിടെ തന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവളെ കുഞ്ഞൊരു വഴക്കു പറഞ്ഞാണ് അവർ അകത്തേക്ക് വിട്ടത്. ആരു പോയി കുറെ സമയം കൂടി അവരവിടെ തന്നെ ഇരുന്നു. ഇനി മതി, എണീറ്റേ, സമയം കുറേയായി, ബാക്കി പിന്നെ പറയാം. മോളെ, നീ പോയി ആരുവിനെ വിളിച്ചു വാ, ഉറങ്ങിക്കാണും. അതും പറഞ്ഞ് ദേവി അകത്തേക്ക് പോയതും ലച്ചു ആരുവിനെ വിളിക്കാൻ മുകളിലേക്ക് കയറി. റൂമിലെ ഡോർ തുറന്ന് അകത്തു കയറിയതും അവളുടെ മുഖം ചുളിഞ്ഞു. എവിടെ പോയി? ബാത്റൂമിലാണോ? റൂമിൽ ആരുവിനെ കാണാനതും അവൾ ബാത്റൂമിൽ നോക്കി. ആരും അവിടെ ഇല്ല ലച്ചു. പെട്ടെന്ന് പിറകിൽ നിന്നും കണ്ണൻ്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞു. ഒരു വഷളൻ ചിരിയോടെ വാതിൽപ്പടിയിൽ ചാരി തന്നെയും നോക്കി നിൽക്കുന്ന കണ്ണൻ. അവൾ രാത്രി ഉറങ്ങാൻ മാത്രമേ ഇങ്ങോട്ട് കയറൂ, വയ്യാത്തതല്ലേ, പകൽ താഴെയാ കിടത്തം. അതും പറഞ്ഞ് വല്ലാത്തൊരു ഭാവത്തോടെ അവളെ നോക്കിയവൻ അവൾക്കടുത്തേക്ക് നടന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരമാകെ അലഞ്ഞു. അവൻ്റെ മുഖഭാവം മാറിയതും അവൾക്ക് കാലിൽ നിന്നും ഒരു വിറയൽ പടർന്നു കയറി. ഞാൻ അറിഞ്ഞില്ല. അതും പറഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും അവൻ അവൾക്ക് മുൻപിൽ തടസ്സം നിന്നു. പോവല്ലേ, ഞാനൊന്ന് ശരിക്കും കാണട്ടെ എൻ്റെ ലച്ചൂട്ടിയെ, അവനൊരു വഷളൻ ചുവയോടെ പറഞ്ഞു. കണ്ണേട്ടാ, മാറിയേ, എനിക്ക് പോണം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു, മുഖം ദയനീയമായി. എൻ്റെ മോളെന്തിനാ ഇങ്ങനെ കണ്ണു നിറക്കുന്നേ? എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ നിന്നെ? എത്ര ദിവസമായിന്നോ ഞാനിങ്ങനെ കാണാൻ കാത്തിരിക്കുന്നു. ഇപ്പോ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുവാ. നീ എന്നെ കൊതിപ്പിക്കുക പെണ്ണെ, നിന്നെ അറിയാൻ തോന്നുവാ എനിക്ക്. അവൻ്റെ സ്വരം മാറി. അവൻ അവളിലേക്കടുത്തു. അവൾ കണ്ണുകൾ ഇറുകെ ചിമ്മി, ചെവികൾ ഇരുവൈകൾ കൊണ്ടും പൊത്തിപ്പിടിച്ചു. ലച്ചു. തൊട്ടരികിൽ നിന്നും അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി അകന്നു മാറാൻ നിന്നതും അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർത്തു. ഒരു നിമിഷം അവളൊന്ന് ഞെട്ടി വിറച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും അകന്നു മാറി. അവൻ അവളിലേക്ക് അതേ ശക്തിയോടെ അടുക്കാൻ നിന്നതും അവളുടെ കൈ അവൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. അവനൊരു ഞെട്ടലോടെ അവളെ നോക്കി. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. മെയ്കളിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അവൾ വാശിയോടെ തുടച്ചു. തൊട്ടുപോകരുതെന്നെ, അവൾ അവന് നേർക്ക് വിരൽ ചൂണ്ടി. താനെന്താ എന്നെക്കുറിച്ച് കരുതിയേ? ഒരിക്കൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു, എൻ്റെ ജീവന് തുല്യം, അല്ല അതിനേക്കാളേറെ. നിങ്ങൾ എന്നെ സ്നേഹം നടിച്ച് അങ്ങനെയാക്കി. ഒരുപാട് മോഹങ്ങൾ തന്നു, ഒരുപാട് സ്നേഹിച്ചു നിങ്ങളെന്നെ. ഇല്ല, സ്നേഹിച്ചില്ല, സ്നേഹം നടിച്ചു. അത് എന്തിനു വേണ്ടിയായിരുന്നു? എൻ്റെ ഈ ശരീരത്തിന് വേണ്ടിയായിരുന്നില്ലേ? അവസാനം നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ലെന്നറിഞ്ഞപ്പോൾ, വിവാഹം കഴിയാതെ എൻ്റെ ശരീരത്തിൽ തൊടാൻ ഞാൻ സമ്മതിക്കില്ലെന്നറിഞ്ഞപ്പോൾ, നിങ്ങളെ അത്രത്തോളം സ്നേഹിച്ച എന്നെ തള്ളിക്കളഞ്ഞു നിങ്ങൾ ആരുവിനെ വിവാഹം ചെയ്തു. അന്ന് ജീവനോടെ മരിച്ചു പോയതാ ഞാൻ. പിന്നെ ഞാൻ എങ്ങനെ ജീവിച്ചത് എന്നറിയോ? നിങ്ങൾ താലി കെട്ടിക്കൊണ്ടുവന്നില്ലേ, അവളാ എനിക്ക് ജീവൻ തന്നെ, സ്നേഹം കൊണ്ട്. എൻ്റെ ആരു, പാവം, അതിനെയും നിങ്ങൾ ചതിക്കുവാണെന്നറിഞ്ഞപ്പോൾ ഞാൻ കാരണം അവളുടെ കണ്ണു നിറയാൻ ഇടവരരുതെന്നു കരുതിയാ ഞാൻ ദേവേട്ടനെ വിവാഹം ചെയ്തത്. ഇനിയൊരിക്കലും ഒരാളെ സ്നേഹിക്കാനോ അയാളോടൊപ്പം ജീവിക്കാനോ കഴിയില്ലെന്ന് കരുതിയിരുന്നു. പക്ഷേ അവിടെയും എനിക്ക് തെറ്റി. ദേവേട്ടൻ്റെ താലി എപ്പോ എൻ്റെ കഴുത്തിൽ വീണോ, ആ നിമിഷം മുതൽ ഞാൻ അയാളെ സ്നേഹിച്ചു തുടങ്ങി. ആ നിമിഷം മുതൽ ഇനി ഈ ജന്മം മുഴുവനും, ഇനിയുള്ള ജന്മവും ഈ ദക്ഷിത രുദ്രദേവിൻ്റെ പാതിയാണ്, രുദ്രദേവിൻ്റെ മാത്രം. ആ എൻ്റെ വിരലിലൊന്ന് തൊടാൻ പോലും
നിങ്ങളെ എന്നല്ല, ആരെയും ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞു കഴിഞ്ഞതും അവൾ നിന്ന് കിതച്ചു. അവൻ അവിശ്വസനീയതയോടെ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടു വിതുമ്പി. പാവല്ലേ കണ്ണേട്ടാ, നമ്മുടെ ആരു. അതിനെ വിഷമിപ്പിക്കല്ലേ. അതിനെ വേദനിപ്പിച്ചാൽ ദൈവം പോലും പൊറുക്കില്ല കണ്ണേട്ടനോട്. ദേവേട്ടന്റെ കുഞ്ഞാ അവളുടെ വയറ്റിൽ. എന്നുവെച്ചാൽ ആ കുഞ്ഞെനിക്ക് എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞാ. എൻ്റെ ദക്ഷേട്ടനൊരു കുഞ്ഞുണ്ടായാൽ എങ്ങനെ, അതുപോലെ. അതുപോലെയാണ് എനിക്ക് കണ്ണേട്ടനും. അതിലപ്പുറം ഒന്നുമില്ല, ഉണ്ടാവുകയും ഇല്ല. അതും പറഞ്ഞവൾ അവനെ നോക്കാതെ പുറത്തേക്കിറങ്ങി. അവൾ പോയ വഴിയെ നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ കണ്ണൻ നിന്നു. അവൾ താഴേക്കിറങ്ങുന്നത് നോക്കി അവൾ കാണാതെ കണ്ണന്റെ റൂമിന്റെ തൊട്ടിപ്പുറത്തെ റൂമിന്റെ വാതിലിനോട് അമർന്ന് പറ്റിച്ചേർന്ന് നിൽപ്പുണ്ടായിരുന്നു അവർ രണ്ടുപേരും. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ആരുവും, വലിഞ്ഞു മുറുകിയ മുഖത്തോടെ രുദ്രനും.